ഈ മുഹമ്മദ് യൂനുസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യം. ഒന്ന്, ആ രാജ്യത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, എന്നിട്ട് നിലവിളിക്കുന്നു, ഞാൻ വല്ലതും തരണേ വിശക്കുന്നേന്ന് പറഞ്ഞു. അതൊരു ഭാഗത്ത്, അത് അപമാനകരമായൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ആ നാട്ടിൽ ഈ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് അവാമി ലീഗിനെ കൂടി വിശ്വാസത്തിലെടുക്കുകയും കൂടി ചെയ്തുകൊണ്ടല്ലാതെ എങ്ങനെ ജനാധിപത്യ പ്രക്രിയ നടക്കുക? ആ നാട് ചുടലക്കപ്പറമ്പാക്കിയിട്ട് കുട്ടിച്ചോറ്. വളരെ സിമ്പിളാണ് ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഡിസംബറിൽ ഈ അരി ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേർ പറഞ്ഞു മോദി ഒരു കാരണവശാലും കൊടുക്കരുത്, അരി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം പിന്നെ അരി നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തില്ല, ടണ്ണിന് $477 നിരക്കിൽ എപ്പോഴും ഇന്ത്യൻ കമ്പനി കൊടുത്തു. അതിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉണ്ടായി. ഇക്കുറിയും വീണ്ടും അരി ചോദിച്ച് വന്നിരിക്കുകയാണ്. കൊടുക്കാനാണ് സാധ്യത. കാരണം ഈ മോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോദി സർക്കാർ ബംഗ്ലാദേശ് എന്ന സഹോദര രാജ്യത്തോട് എപ്പോഴും സഹോദര ഭാവേനയാണ് പെരുമാറിയിട്ടുള്ളത്. അതല്ലാതെ പെരുമാറാൻ സാധ്യമല്ല. അത് മോദിജി പറഞ്ഞ ഒരു വാക്കിൽ അതുണ്ട്. ഇന്ത്യ വിശ്വഗുരുവാണ്. അത് എല്ലാവരോടും, ശത്രുവിനോട് പോലും സ്നേഹം കാണിക്കുകയും സഹോദരൻ്റെ ക്രിമിനൽ കുറ്റങ്ങളെപ്പോലും പൊറുക്കുകയും ചെയ്യുന്നൊരു വലിയ മനസ്സ് ഇന്ത്യക്കുണ്ട്. ഭാരതീയമായ മനസ്സാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ നാട്ടിലെ ലീഗുകാരനും സുഡാപ്പിക്കും മനസ്സിലാകത്തില്ല. അവർക്ക് മനസ്സിലായാൽ നല്ലത്. ഇതാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് അവരിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് ഈ നാടിന് ഇങ്ങനെ ഒരു മനസ്സും സംസ്കാരവും ഉള്ളത് കൊണ്ടാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.